അപ്പോൾ നമ്മൾ 3 താറായിട്ട് തെറ്റില്ലാത്തൊരു ഓഫ് റോഡ് കൂടെ വന്നിട്ട് അടിപൊളി ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത്. ശരിക്കും താറ് ഓഫ് റോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മാനസികോല്ലാസം എന്ന് പറയുന്നത് ചെറുതല്ല, അടിപൊളിയാണ്. അത് ചെയ്തവർക്ക് അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ. അപ്പോൾ നമ്മളെ കൂടെ വന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരോട് എങ്ങനെയാണ് അതിൻ്റെ ഒരു അനുഭവം എന്ന് പോയി ചോദിക്കാം. വൈസർക്ക വരി, ഇത് നമ്മളെ സുഹൃത്താണ് വൈസർക്ക. എങ്ങനെയുണ്ട് വൈസർക്ക നിങ്ങൾക്ക് ആ ഒരു അനുഭവം? അടിപൊളിയാണ്. എന്താ പറയുക, വേറെ ലെവൽ തന്നെയാണ്. നമ്മളിതുവരെ അനുഭവിച്ചതൊന്നല്ല, വേറെ ലെവൽ അനുഭവം. അടിപൊളി. വണ്ടി ഓടിച്ചില്ല, നിങ്ങൾ വണ്ടി ഓടിക്കാനുള്ള ഒരു ഫീൽ ഉണ്ട്. പിന്നെ ഇവിടെ താറെടുത്തുണ്ടല്ലോ, താറുണ്ട്, പക്ഷെ മൂപ്പര് ഓഫ് റോഡ് പോയിട്ടില്ല. മൂപ്പര് ഓഫ് റോഡ് പോകാനുള്ള കാര്യം തീരുമാനിച്ചു. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ആളുകളോടൊക്കെ എങ്ങനെ, നമുക്ക് ഈ ഒരു ഏരിയ, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു ഏരിയ അടിപൊളി ഒരു ഏരിയ ആണ്, ഭയങ്കര വൈബ് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നമ്മളെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവനോടൊക്കെ അവരൊരു അഭിപ്രായം നമുക്ക് ചോദിക്കുക എന്താണെന്നുള്ളത്. രഞ്ജിത് ഭായ്, ഇതാണ് രഞ്ജിത് ഭായി ആണ്, നമ്മളെ ഫ്രണ്ടാണ്. പുള്ളി നമുക്ക് പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ തന്നെ ഇത്രയും നല്ലൊരു അടിപൊളി ഓഫ് റോഡ് നമുക്ക് കിട്ടുന്നത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഓഫ് റോഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിലേക്ക് വരാം. അത്രയും വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ്, അടിപൊളിയാണ്. താങ്ക് യു വെരി മച്ച് രഞ്ജിത് ഭായ്. പിന്നെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് വണ്ടി എടുത്താലും അത് ഫീൽ ചെയ്ത് ഡ്രൈവ് ചെയ്യണമെന്ന് പറയും. ഈ താറിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അത് ശരിക്കും ആ പറയുന്ന വാക്കുകൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. നമുക്ക് വിനീഷാറിനോട് ബാക്കി കാര്യങ്ങൾ, വിനീഷാറിൻ്റെ കൂടെ നമ്മളെ ഫ്രണ്ട് വിഷ്ണു ഉണ്ട്, വിഷ്ണുവിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു ആ ഒരു വണ്ടി ഓടിച്ചു വന്നൊരു ഫീൽ എങ്ങനെ ഉണ്ട്? ഓഫ് റോഡ് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? വണ്ടി ഓടിച്ചില്ല? ഓടിച്ചോ? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയായിരുന്നു. ഓക്കെ, സൂപ്പർ. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ വിനീഷേട്ടാ ബാക്കി നിങ്ങൾ പറഞ്ഞോളി. നമ്മളിപ്പോൾ എത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് 4 വീൽ ഡ്രൈവ് വണ്ടി അല്ലാതെ നമുക്ക് വരാൻ പറ്റില്ല. നമ്മൾ ഇന്നലെ ഒരു ഫോഴ്സ് ഗൂർക്കയും കൂടി ആയിട്ടാണ് വന്നത്. പക്ഷേ ഗൂർക്ക എന്താണെന്ന് വെച്ചാൽ ശരിക്കും പെർഫോമൻസ് വൈസ് ഗൂർക്കേനേക്കാൾ ഒരു പടി മുന്നേ തന്നെയാണ് താറ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ലോറാം ചെറിയ കംപ്ലൈൻ്റ് ആയി, ഗൂർക്ക നിന്നുപോയി. പക്ഷേ വണ്ടി നമ്മൾ പിന്നെ ക്ലിയർ ആക്കിയിട്ട് ഇന്നിപ്പോൾ രണ്ടാമത് എന്തായാലും ഞങ്ങൾ ഈ ഏറ്റവും ടോപ്പിൽ എത്തണം എന്നുള്ളതുകൊണ്ട് ഇവിടെ താറായിട്ട് വന്നത്. അപ്പോൾ ഇത് ഈ സ്ഥലം കണ്ടിട്ട് ആർക്കും മനസ്സിലാണ്ടോ ഈ സ്ഥലം എന്ന് പറഞ്ഞില്ല. ഇവിടെ നല്ല അടിപൊളി ഓഫ് റോഡിന് പറ്റിയ സ്ഥലമാണ്. അതല്ലാണ്ട് ഒരുപാട് കപ്പിൾസും അതേ രീതിയിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സ്ഥലം മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ, നിങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടണം. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. ഒരിക്കലെങ്കിലും കപ്പിൾസൊക്കെ ആയിട്ട് വന്ന ആൾക്കാരായിരിക്കും എല്ലാവരും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഷുവറായിട്ടും ഇതിൽ കമൻറ്റ് ഇടണം. നമ്മളെ ജീവിതത്തിൽ ഒരു ഓഫ് റോഡ് ഡ്രൈവൊക്കെ നമ്മൾ ചെയ്യണം. ആ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. പക്ഷെ ഒരാൾ പോലും അവർ ഇങ്ങനത്തെ ഒരു പരിപാടിക്കൊന്നും ഇഷ്ടപ്പെടാതിരിക്കുക, അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ നല്ല ഓഫ് റോഡ് സ്പേസൊക്കെ കണ്ടുപിടിച്ച് നമുക്കറിയാൻ പറ്റുന്ന പണിയാണെങ്കിൽ എടുക്കുക. ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് വന്നിട്ട് ഓഫ് റോഡ് ചെയ്യുക, സേഫ്റ്റിയൊക്കെ ധരിച്ച് ഓഫ് റോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഭയങ്കരമായിരിക്കും. അതേപോലെ ഇതേമാതിരത്തെ ഒരു വണ്ടിയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഷോറൂമായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 വണ്ടി താറ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ഓഫ് റോഡ് ഡ്രൈവ് വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരേക്കും ബൈ.